ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു കോഫി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. പിള്ളേർക്കും എല്ലാം കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കോഫി പുഡിംഗ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഇന്ന് 2 കപ്പ് പാല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് പാല്. പിന്നെ ഇത് ഒരു 1/2 കപ്പ് പാലിൻ്റെ അകത്ത്, ചെറിയ ചൂടുള്ള 1/2 കപ്പ് പാലിൻ്റെ അകത്ത് കോൺഫ്ലവർ, 1 സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ്. ഇത് നല്ലതായിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു 1/2 കപ്പ് പാലിൻ്റെ അകത്ത്, ചെറിയ ചൂടുള്ള പാലിൻ്റെ അകത്ത് നമ്മുടെ കോഫി പൗഡർ, ഒരു 2 സ്പൂൺ കോഫി പൗഡർ നല്ലതായിട്ട് കലക്കിയതാണ് ഇത്. പിന്നെ ഇത് ഒരു 1/2 കപ്പ് പഞ്ചസാര നല്ലതായിട്ട് പൊടിച്ച് വെച്ചേക്കുവാണ് ഇത്. പിന്നെ നമുക്ക് കാരമൽ ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര വേണം. അതാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് 2 മുട്ട നല്ലതായിട്ട് ഇത് വെച്ച് നല്ലതായിട്ട് കറക്കി അടിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കോഫി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയത്. ആദ്യം നമ്മൾ പാനിൻ്റെ അകത്ത് ഈ പാല്, 2 കപ്പ് പാൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. അടുപ്പിലോട്ട് വെക്കുക. 2 കപ്പ് പാലൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കോഫി പൗഡർ, ചെറു ചൂടുള്ള പാലിൻ്റെ അകത്ത് കലക്കിയത് നമ്മളങ്ങോട്ട് ഒഴിക്കുകയാണ്. പിന്നെ പഞ്ചസാര പൊടിച്ചത്, ഇത് 1/4 കപ്പ് അല്ല 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അതും കൂടെ നമ്മൾ അങ്ങോട്ട് ചേർക്കുവാണ്. ഇനി നമ്മൾ മുട്ട അടിച്ചത്, ഇത് ഇത്രയും ചേർത്തു. ഈ കോൺഫ്ലവർ കലക്കിയത് മാത്രം നമ്മൾ ഇത് നല്ലതായിട്ട് തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് അവസാനമേ ഒഴിക്കാവൂ. അല്ല, അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങ് കട്ടിയാവാനായിട്ട് തുടങ്ങും, അത് കുറുകാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഇത് നമുക്ക് പിന്നെ ചേർക്കാം. ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് കലക്കിയിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. ഇത് നല്ലതായിട്ട് തിളയ്ക്കുന്നവരെ നമ്മളിങ്ങനെ തവി കൊണ്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാലിവിടെ തിളച്ചു. ഇനി ഞാൻ കോൺഫ്ലവർ ചേർക്കാനായിട്ട് പോവാണ്. എടുത്ത് വെച്ച് കോൺഫ്ലവർ അത് മൊത്തം ഇതിൻ്റെ അകത്തോട്ട് ചേർത്തു. ഇപ്പം നല്ലതായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങി. കോഫി പുഡിംഗ് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇച്ചിരി പഞ്ചസാര കാരമൽ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് പാൻ വയ്ക്കുവാണ്. ഇച്ചിരി കുറച്ച് പഞ്ചസാര എടുത്തു. അത് വിട്ട് സ്വല്പം വെല്ലവും കൂടി ഒഴിച്ച് ഒന്ന് കാരമൽ ചെയ്യാൻ പോവാണ്. വെള്ളം ഒഴിച്ച് ഞാനൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരുമാതിരി നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ പഞ്ചസാരയുടെ പാനി നല്ലതായിട്ടായി. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി പാത്രത്തിലേക്ക് ഈ പാനി നല്ലതായിട്ട് ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കിയത് ഒഴിക്കും. ഇനി നമുക്കിത് നല്ലതായിട്ട് ആറാനായിട്ട് വെക്കാം. നല്ലതായിട്ട് ആറി കഴിയുന്ന നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും തീരെ സിമ്പിളാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇനി നമുക്കിത് നല്ലതായിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് നല്ലതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് തണുപ്പിച്ച് എടുക്കാം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.